ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കണ്ണാടി പോലെയാണ്. കണ്ണാടി നോക്കണത് എന്തിനാ? കണ്ണാടി എങ്ങനെയുണ്ട് നോക്കാൻ? അല്ലല്ല, അത് നമ്മൾ ഫ്ലാറ്റിക്ക് ആദ്യം വാങ്ങുമ്പോൾ നോക്കും, അത്രയേ ഉള്ളൂ. കണ്ണാടിക്ക് പൊട്ടുണ്ടോ എന്നൊക്കെ നോക്കും. അതിന് വേണ്ടി കണ്ണാടി. പിന്നെ നോക്കണതൊക്കെ കണ്ണാടി നോക്കാനല്ല, ആരെ കാണാനാണ്? നമ്മളെ കാണാൻ എങ്ങനെയുണ്ട് നോക്കാനാണ്. ഇതുപോലെ ഈ ഗജേന്ദ്രൻ്റെ കഥ വായിക്കണത് അല്ലെങ്കിൽ ഭാഗവതം വായിക്കണത് ഭാഗവതം വായിക്കാനൊന്നുമല്ല, തന്നെ കാണാൻ. അടുത്തേക്ക് ആളെ കാണാനുമല്ല, നമ്മൾ അങ്ങോട്ട് നോക്കുക. ഓരോ അധ്യായം വായിച്ച് അടുത്തേക്ക് ആൾക്ക് മനസ്സിലാവുണ്ടോ എന്നാണ്. അല്ലല്ല, അയാൾക്ക് മനസ്സിലാവാണ്ടിരിക്കുകയൊക്കെ വേറെ വിഷയം. ഇതെനിക്ക് മനസ്സിലാക്കാനുള്ളതാണ്, ഞാൻ നേരെയാവാനുള്ളതാണെന്നുള്ളത് അറിയണ്ടേ? അതാണ് മുഖ്യം. അതുകൊണ്ട് ബ്രഹ്മാദി ദേവന്മാരൊക്കെ അവർക്ക് ഈ ശാന്തി ലഭിക്കാൻ, അവരെ പിടിച്ചതായിട്ടുള്ള കർമ്മപ്രാരബ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരൊക്കെ ഈ ശ്ലോകം ഏറ്റുചൊല്ലി. അവസാനം എന്താ, ഭഗവാൻ പൂർണ്ണനായി ഗജേന്ദ്രൻ്റെ വിഷമങ്ങളൊക്കെ അദ്ദേഹം വഴി മനസ്സിലാക്കി തന്നെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഉള്ളിൽ ആ അനുഭവം കൊടുക്കുകയാണ്, ബ്രഹ്മാനന്ദം. ഇപ്പം ആ ഗജേന്ദ്രൻ ആ വഴിക്ക് സഞ്ചരിച്ചു. നമ്മളെപ്പോലെ ഭാഗവതമൊക്കെ അങ്ങനെ വായിച്ചു തുടങ്ങി, പഠിച്ചു തുടങ്ങി പറഞ്ഞിട്ട് എത്തിയെന്നായോ? ഇല്ല. ഗുരുവായൂർ ബസ് കയറിയാൽ എത്തിയ പോലെ അയ്യോ, ഏറെക്കുറെ എന്തായാലും എത്തും, രക്ഷപ്പെട്ടു, കയറി നന്നായിട്ടോ. അവിടെ നോക്കി നിന്നിട്ട് എന്തായാലും എത്തില്ല. ബസ് കയറിയാൽ തന്നെ എത്തിയ പോലെ നമ്മൾ കണക്കാക്കും. സന്യാസി വേഷം കെട്ടിയാൽ തന്നെ നമ്മളെന്താ കണക്കാക്കി, ജീവൻ മുക്തനായിട്ട് അങ്ങോട്ട് കണക്കാക്കും. ആയിക്കൊള്ളുന്നില്ല. ആ വഴിക്ക് സഞ്ചരിക്കുകയാണ്. ചില നിഷ്ഠകൾ, ചില മര്യാദകളൊക്കെ പാലിച്ച് അങ്ങനെ പോയി അവസാനം അവിടെ എത്തും. ഇതുപോലെ ആ അനുഭൂതി. ഇപ്പം ഗജേന്ദ്രൻ സന്യസിച്ചു, കാവ്യ വസ്ത്രം അണിഞ്ഞു, ഉപനിഷത്ത് പഠിച്ചു. അതിൻ്റെ അവസാനത്തിൽ ആ അനുഭൂതി ആണ് രാസം, ഭാഗവത ഭാഷയിൽ പറഞ്ഞാൽ. ആ ബ്രഹ്മാനന്ദം അനുഭവിക്കുകയാണ്. ഏവം ഗജേന്ദ്രം ഉപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗഭിദാഭിമാനാഃ നൈതേയതോപസൃപുർനിഖിലാത്മകത്വാത് തത്രാഖിലാമരമയോ ഹരിഃ ആവിരാസീത്. നീലമേഘശ്യാമളനായി ശംഖചക്ര ഗദാധാരിയായി ഭഗവാൻ ആനന്ദസ്വരൂപൻ ആ ഗജേന്ദ്രൻ്റെ മുന്നിലെത്തി. ഗജേന്ദ്രന് മനസ്സിലായി ഭഗവാൻ എത്തിയെന്ന് മനസ്സിലായി. സുഗന്ധം നമുക്ക് മനസ്സിലാവും. എത്തിത്തുടങ്ങി ഇങ്ങനെ ചെറിയൊരു ഉള്ളിലൊരു കുളിർമ ഉണ്ടാവും ഏറെക്കുറെ. എൻ്റെ യാത്ര നേർവഴിക്കാണ്. പണ്ട് ഞാൻ ദുഃഖിച്ച പോലൊന്നും ഇപ്പം ദുഃഖിക്കുന്നില്ല. പണ്ട് ഈ നിസ്സാര കാര്യത്തിൽ ഞാൻ ദുഃഖിക്കുകയായിരുന്നു. ചായയിൽ പഞ്ചസാര അല്ലെങ്കിൽ കാണണമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമുക്ക് തെളിവ് കിട്ടി. ഇപ്പം കുഴപ്പമില്ല, കുറച്ചൊക്കെ ഒരു വ്യത്യാസമുണ്ട്. പണ്ടൊരു പനി വന്നാൽ എനിക്ക് ആകെ കുഴങ്ങി എല്ലാവരും വിളിച്ച് വയ്യ പറയുന്നു. ഇപ്പം പറച്ചിലൊക്കെ നിന്നു. അപ്പം ലേശം മാറ്റം വരുന്നത് അറിയും. ഇതുപോലെ ആ ഭഗവാന്റെ പരിമളം, ഭഗവാന്റെ പാദതുളസിയുടെ ഗന്ധം, ഗുരുവായൂർ കളഭത്തിൻ്റെ വാസന, അത് തുമ്പിക്കൈ കൊണ്ട് അറിഞ്ഞു ഗജേന്ദ്രൻ. തന്നെ ആരും രക്ഷിക്കാനില്ല. എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും ഈ ഭഗവാൻ തന്നെ ഉപേക്ഷിച്ചില്ലല്ലോ. ആ ഭഗവാനായിട്ട് താൻ എന്ത് സമർപ്പിക്കും എന്ന് കരുതി തുമ്പിക്കൈ കൊണ്ട് പരതി നോക്കിയപ്പം എന്ത് ചെയ്യാം? ഒന്നുമില്ല. ഇപ്പോൾ അവിടെ ധാരാളം താമരകളുണ്ടായിരുന്നു. ആർക്ക് കൊടുത്തു? ഭാര്യയ്ക്ക് കൊടുത്തു, മക്കൾക്ക് കൊടുത്തു. കുറേ സമയം ഉണ്ടായിരുന്നു അർത്ഥം. സമയമാണ് താമര. എന്താണ് സമയം? മനസ്സ് ആണ്. ഇതാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. ഏറ്റവും വില ഉള്ളത് എന്താ? ഏറ്റവും വില കാശിനോ? സമയമാണ് കാശ്, അല്ലേ? സമയമാണ് കാശ്. സമയമാണ് ഏറ്റവും വലുത്. അതാണ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ നിങ്ങൾ വില മതിക്കണം കേട്ടോ എന്ന് കാണിക്കാനാണ് ഇങ്ങനെ ക്ലോക്ക് ഇങ്ങനെ ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ ശബ്ദം ഉണ്ടാക്കില്ലേ, ടിക് 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 ടിക്. ശ്രദ്ധിക്കുന്നതാണ്. കരുതിട്ടോ, എന്നെ നിങ്ങൾ വെറുതെ മൈൻഡ് ചെയ്യാണ്ടിരിക്കേണ്ട, ഭാവിയിൽ നഷ്ടം ഉണ്ടാവും. ഓരോ സമയവും കരുതി ചിലവാക്കുക എന്നുള്ളതാണ്. അതാണ് താല്പര്യം. ഗജേന്ദ്രൻ നോക്കിയ സമയത്ത് സമയമൊക്കെ ആർക്ക് കൊടുത്തു? മറ്റ് പല വിഷയങ്ങൾക്കും. ടി വി കാണാൻ, മൊബൈൽ നോക്കിയിരിക്കാൻ, ഷെയർ മാർക്കറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു പണ്ടായ കാലത്തൊക്കെ. അങ്ങനെ കൂടിയോ കുറയോ നോക്കിയിരിക്കുകയായിരുന്നു. ആ നേരം ഭാഗവതം ശ്രദ്ധിച്ചില്ല. ഈശ്വര കഥകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല. അതിൻ്റെ വിഷമം അതാണ് താല്പര്യം. ഇപ്പം നോക്കിയ സമയത്ത് ഒന്നുമില്ല. കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവസാന കാലത്ത് ഈശ്വരനെ ഭജിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഈ ഒരു ദുഃഖം ഒരു ഗൃഹസ്ഥൻ്റെ വലിയ വിഷമാണത്. അവസാനം ഭഗവാൻ തന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ അതാ ഒരു സപ്താഹം കേട്ടോട്ടെ എന്നുള്ള മട്ടിൽ കിട്ടുന്നത് പോലെ ഓൺലൈനായിട്ടെങ്കിലും പ്രഭാഷണത്തിൻ്റെ ലിങ്ക് ആരോ അങ്ങോട്ട് അയച്ചു തന്നു. എങ്ങനെയാണ് അത് പോയി കേൾക്കാമെന്ന് കരുതിയിരിക്കുക. കയ്യിനും വയ്യ, കാലിനും വയ്യ, ഒന്നും വയ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ആ സമയത്ത് കിട്ടുക എന്നുള്ളത് പോലെ ഭഗവാൻ തൻ്റെ കയ്യിലുള്ള താമര, ഇയാളുടെ കയ്യിലൊന്നുമില്ല, ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കൊടുത്തു. ഭഗവാൻ തന്നെ ലേശൊരു സമയം അദ്ദേഹത്തിൻ്റെ എന്തോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഗജേന്ദ്രൻ്റെ കേമത്തം കൊണ്ടല്ല, ആ താമര ഒഴുക്കി കൊടുത്തു. ഗജേന്ദ്രൻ അത് മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. ഗജേന്ദ്രൻ അങ്ങനെ തുമ്പിക്കൈ കൊണ്ട് പരതിയപ്പം പെട്ടെന്നൊരു താമര കിട്ടി. ഒന്ന് ബാക്കിയുണ്ടായിരുന്നല്ലോ. ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ലേശം ആയുസ് കൂട്ടി കിട്ടിയതാണ്.
ഭഗവാന്റെ കാരുണ്യം കൊണ്ടൊരു സത്സംഗം ലഭിച്ചതാണ്, തൻ്റെ കേമത്തം കൊണ്ടല്ല. അത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ഭഗവാനെ, ഇതൊന്നല്ല തരേണ്ടതെന്ന് അറിയാനിട്ടല്ല, പക്ഷേ ഇപ്പം ഈ സാഹചര്യത്തിൽ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അങ്ങ് സന്തോഷിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാന്റെ നേരെ നീട്ടുകയാണ്. എന്നെ ഈ ദുഃഖത്തിൽ നിന്ന് ഇല്ലാണ്ടിയാക്കാൻ, ദുഃഖത്തിൽ നിന്ന് കരകയറ്റാൻ, അജ്ഞാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വന്ന ആളായതുകൊണ്ട് ഞാൻ അങ്ങയെ ഗുരു എന്ന് വിളിക്കുകയാണ്. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണൻ എന്ന് പറഞ്ഞാൽ നാരത്തിൽ അയനം ചെയ്യുന്നവൻ, അറിവാണ് പ്രധാനം. ഇത് ശരിക്കും പറഞ്ഞാൽ ജ്ഞാനം തന്നെയാണ് ഈ ഗജേന്ദ്രൻ്റെ വിഷയം. പക്ഷെ അത്ഭുതം എന്താ ചോദിച്ചാൽ, പ്രഹ്ലാദ സ്തുതിയിൽ പ്രഹ്ലാദൻ പറയുന്നുണ്ട്, ആ ശ്ലോകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ. എന്താ പറഞ്ഞത്? പണ്ട് ഭഗവാനെ അങ്ങ് ആനയെ ഭക്തി കണ്ട് അനുഗ്രഹിച്ചില്ലേ? ആ ഗജേന്ദ്രൻ്റെ ഭക്തി കണ്ട്, ഗജേന്ദ്രൻ ഇപ്പം ഭക്തിയെ പറ്റി വല്ലതും പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും? ഒക്കെ ഉപനിഷത്താണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഭാഗവത സമ്പ്രദായത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെയാണ് ജ്ഞാനത്തെ തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഉപനിഷത്ത് മാറ്റി വെച്ചിട്ടൊരു ഭക്തി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടട്ടോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? ഉപനിഷത്ത് മാറ്റിവെച്ചൊരു ഭക്തിയെ പറ്റിയാണ് നിങ്ങൾ വിചാരിക്കണതെങ്കിൽ അത് വേണ്ട. പ്രഹ്ലാദൻ തന്നെ ഭക്തിയാ തുതോഷ, ഭക്തി കൊണ്ട് സന്തോഷിച്ച, ഗജേന്ദ്രൻ്റെ ഭക്തി കൊണ്ട് സന്തോഷിച്ച ഭഗവാൻ എന്ന് പറയുമ്പം ഗജേന്ദ്രൻ ഇപ്പോൾ ഇവിടെ സ്തുതിച്ചതൊക്കെ എങ്ങനെയുള്ളതാണ്? ഒക്കെ ഓരോ ഉപനിഷത്താണ്. അതുകൊണ്ട് ഉപനിഷത്തിനോട് ചേർന്നും കൊണ്ടുള്ള ഭക്തി തന്നെയാണ് ഇവിടെ പറഞ്ഞതെന്ന് സ്ഥാപിക്കുകയാണ്.